വടക്കൻ ഗാസയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ നിർദ്ദേശം. ഗാസ നഗരത്തിലെയും ജബലിയയിലെയും താമസക്കാരോടാണ് ഒഴിയാൻ നിർദ്ദേശം നൽകിയത്. ശക്തമായ സൈനിക നടപടി തുടരുമെന്ന മുന്നറിയിപ്പാണ് ഇസ്രയേൽ നൽകുന്നത്. തെക്കൻ ഗാസയിലെ അൽ മവാസി മേഖലയിലേക്ക് നീങ്ങാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഗാസ യുദ്ധത്തിൽ സമാധാന ധാരണ ഉണ്ടാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിരുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, ഗാസയിലെയും ജബലിയയിലെയും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം ഇസ്രയേൽ നൽകിയിട്ടുണ്ട്. എന്തായിരിക്കും തുടർ നടപടികൾ? തെക്കൻ ഗാസയിലെ കുറെ കൂടി സുരക്ഷിതമായ തീരമേഖലകളിലേക്ക് മാറണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ ഈ വടക്കൻ ഗാസയിലെ ഒരു കോറിഡോർ പോലെ ഒരു സംവിധാനം നിലനിർത്തിയിരുന്നു ഇസ്രയേൽ പ്രതിരോധ സേന. ആ കോറിഡോർ പോലെ നിലനിൽക്കുന്ന പ്രദേശത്ത് കൃത്യമായ നോ എൻട്രി ഏരിയ ആയി തന്നെ നിലനിർത്തിയിരുന്ന ഒരു പ്രദേശം കൂടിയാണ്. ആ പ്രദേശത്തു നിന്ന് കൂടിയാണ് ജബലിയ ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്ന് മാറിപ്പോകണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ഈ നിർദ്ദേശം പുറത്തു വന്നത്. ഏതാണ്ട് 10 മണിക്കൂറിലേറെ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ നിർദ്ദേശം പുറത്തു വന്നിട്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്രമണത്തിനുള്ള സാധ്യത ഈ സമയഘട്ടത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടി സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ ശക്തമായ ആക്രമണം ആ മേഖലയിൽ നടത്തിയിട്ടുണ്ടാകാം. ഇന്നലെ തന്നെ ഭീകര വിരുദ്ധ ആക്രമണങ്ങൾ ശക്തമായി നടക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന വക്താവിന്റെ ഒരു വാർത്താ സമ്മേളനവും ഒരു അറിയിപ്പും കൃത്യമായി വരികയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി മാറിപ്പോകണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 50ഓളം ബന്ദികളുടെ കാര്യം ഈ അടുത്ത ദിവസങ്ങളിലായി 3 ബന്ദികളുടെ കൂടി മൃതദേഹങ്ങൾ ലഭ്യമായി എങ്കിൽ കൂടി, അതായത് ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ മരിച്ച ബന്ദികളുടെ തന്നെ ആക്രമണത്തിൽ തന്നെ മരിച്ച ബന്ദികളുടെ മൃതദേഹം കൊണ്ടുപോവുകയായിരുന്നു ഹമാസ് ഭീകരർ. ആ മൃതദേഹങ്ങൾ റിക്കവർ ചെയ്യുന്നതിനെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് സാധ്യമായിരുന്നു. അത്തരത്തിൽ എണ്ണത്തിൽ കൃത്യമായ വ്യക്തതയില്ലെങ്കിലും ബാക്കിയുള്ള ബന്ദികളെ മുഴുവൻ രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ്, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഇസ്രായേലിനുള്ളത്. അതിന്റെ ഭാഗമായുള്ള കടുത്ത സൈനിക നടപടികളാണ് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇന്നലെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം ആവർത്തിച്ചിരുന്നു. പൂർണ്ണമായും ബന്ദികളുടെ മോചനം തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അതിനുശേഷമാണ് പശ്ചിമേഷ്യയിലെ ആ അന്തരീക്ഷം, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ ഇറാൻ യുദ്ധത്തിന് ശേഷം നടന്ന ആ ഒരു പശ്ചാത്തലമെല്ലാം തന്നെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുക എന്ന രീതിയിലുള്ള നിലപാടുകളെല്ലാം പുറത്തു വരുമ്പോഴും പ്രയോറിറ്റി നൽകുന്നത് ബന്ദികളുടെ മോചനം തന്നെയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ മോചനം തന്നെയാണെന്ന് അറിയിച്ചതിന് തൊട്ടു മുമ്പാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഈ ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായും അധികം വൈകാതെ തന്നെ ശക്തമായ ആക്രമണങ്ങൾ നടന്നു എന്ന സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എങ്കിൽ കൂടി അത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളുണ്ട്. തീർച്ചയായും ആ മേഖലയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ച് ഹമാസിന്റെ സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഏറെ മുന്നേറിയിരിക്കുന്നു പ്രതിരോധ സേന എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വടക്കൻ ഗാസയിൽ ശക്തമായ സൈനിക നടപടിക്ക് ഇസ്രയേൽ തയ്യാറെടുക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഐസൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.